ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് വരെ ആരും തയ്യാറാക്കിയിട്ടില്ലാത്ത ഒരു അടയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തതെന്ന് കാണുക. ഇത് ഞാൻ ഇലയിലല്ല തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് ഇതിനകത്താണ് ഞാൻ ഈ അട ഇവിടെ തയ്യാറാക്കി എടുത്തതെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോണിൻ്റെ ഇലയ്ക്കകത്താണ് ഇന്നത്തെ അട ഇവിടെ തയ്യാറാക്കുന്നത്. നല്ല ഫ്രഷ് കോൺ നമ്മൾ ഇതുപോലെ കടയിൽ നിന്നും വാങ്ങിക്കുന്നതാണ്. ഇതുപോലെ പുറത്തെ ഹാർഡായിട്ടുള്ള തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷമുള്ള ഇങ്ങനെ വെച്ചിരിക്കുന്ന കോണാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അല്ലാതെ നമുക്ക് ഒത്തിരി ഹാർഡായിട്ടുള്ള തൊലിയുള്ള കോണ് നമുക്ക് നമുക്ക് തന്നെ പൊളിച്ചെടുത്ത് എടുക്കാവുന്ന തക്ക രീതിയിൽ അങ്ങനെയും കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ വലിയ ഹാർഡായിട്ടുള്ള തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോണാണ് വാങ്ങിക്കുന്നത്. ഇനി ഞാൻ ആ കോണിൻ്റെ ഇലയ്ക്കകത്താണ് ഇന്നത്തെ അട ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ആ കോണിൻ്റെ നമുക്ക് സ്വല്പം വലിയ ഇല മുകളിൽ നിന്നുള്ള സ്വല്പം വലുതായിട്ടുള്ള ഇലയാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. തീരെ ചെറിയ ഇല ഞാനങ്ങ് കളയുന്നുണ്ട്. ഞാൻ ഇലയൊക്കെ ഇങ്ങനെ കോണിനകത്തുനിന്ന് ഊരിയെടുത്തതിന് ശേഷം കഴുകി തുടച്ചു കൊണ്ട് വെച്ചിരിക്കുന്ന കോണിൻ്റെ ഇലയാണിത്. കോണിൻ്റെ ഇല എന്നല്ലേ പറയുന്നത്, കോണിൻ്റെ ഇല. ഇനി അട ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്, പിന്നെ ഓട്സിൻ്റെ പൊടിക്കകത്താണ് ഇന്നത്തെ അട ഇവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഓട്സ് എപ്പോഴും റോൾഡ് ഓട്സാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അത് ഞാൻ വറുത്ത് പൊടിച്ച് ഇങ്ങനെ കുപ്പിക്കകത്താക്കി ഞാനിങ്ങനെ വെച്ചേക്കും. കണ്ടു, ഇത് ഞാൻ മാർച്ചിൽ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിങ്ങനെ എപ്പോഴും നോട്ട് പാഡ് കൊണ്ടിങ്ങനെ നോട്ടൊക്കെ എഴുതി വെക്കും എന്നാണ് ഉണ്ടാക്കിയതെന്നൊക്കെ അറിയാൻ വേണ്ടി. അതെൻ്റെ ഒരു സ്വഭാവമാണ്. എല്ലാത്തിലും ഞാനിങ്ങനെ ഒരു നോട്ട് എഴുതി വെക്കും. അതുപോലെ തന്നെ ഒരു 2-3 കുപ്പിക്കകത്ത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീരുമ്പം വീണ്ടും അതുപോലെ ചെയ്യും. ഞാൻ സീ സോൾട്ടാണ് ചേർക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. ഞാൻ നല്ല ഒരു പഴുത്ത ഏത്തപ്പഴത്തിന് വേണ്ട മധുരത്തിന് വേണ്ടിയ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചേർക്കുന്നത് മിക്സഡ് നട്ട്സാണ്. പിന്നെ പിസ്താഷ്യോ, ബദാം, ഹേസൽനട്ട്, ആൽമണ്ട്, ബദാം എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സഡ് നട്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു നല്ല പഴുത്ത ഏത്തപ്പഴമുണ്ട്. ഏത്തപ്പഴം ഞാനിവിടെ മിക്സഡ് ജാറിലോട്ട് ഇട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. തേങ്ങയും ജീരകവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രമേ ഇത് അരച്ചെടുക്കാവൂ. ഈ അടയ്ക്ക് നമ്മൾ ഈ ഓട്സ് പൊടി കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെയും പൊടി ചേർക്കേണ്ടി വരും. അങ്ങനെ ഞാൻ വളരെ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് അരയാൻ വേണ്ടി മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. തേങ്ങയും ജീരകവും ഏത്തപ്പഴവും കൂടാണ് അരച്ചെടുത്തിരിക്കുന്നത്. സാധാരണ വെള്ളത്തിനകത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൂടെ ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് കുഴയ്ക്കുവാണ്. കൈകൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് നമുക്കത് എൻ്റെ പരുവം അറിയാവുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ല രുചി കിട്ടാൻ വേണ്ടി സ്വല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ആൾറെഡി ഇതിനകത്ത് നട്ട്സൊക്കെ ചേർത്ത് ആയതുകൊണ്ട് ഈ ഒരു അടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ സ്വല്പം നെയ്യൊക്കെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇതിന് പ്രത്യേകിച്ച് മധുരം ഒന്നും ചേർക്കേണ്ട. ആ ഒരു ഏത്തപ്പഴത്തിന് മധുരത്തിന് വേണ്ടിയ പൊടി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതും നല്ല വലിയ ഒരു ഏത്തപ്പഴമായിരുന്നു. നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിന് വേണ്ടി മാത്രമേ പൊടി ചേർക്കാവൂ. ആ ഒരു വെള്ളത്തിൽ മാത്രമേ ഞാനിവിടെ കുഴച്ചെടുക്കുന്നുള്ളൂ. നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല. നല്ല ലൂസായിട്ട് വേണം ഇരിക്കാൻ. കോണിൻ്റെ നല്ല തിന്നായിട്ടുള്ള ഇലയ്ക്കകത്താണ് ഇന്നിവിടെ അട ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഞാനൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചേക്കും. അങ്ങനെ അടച്ചു വെച്ചാൽ നല്ലതാണ്. അന്നേരം വേണമെങ്കിലും ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ കൈകൊണ്ടല്ല ഇത് പരത്തുന്നത്. ഞാനൊരു സ്പൂണ് കൊണ്ട് കോരിയാണ് ഈ ഇലയ്ക്കകത്തോട്ട് പരത്തി എടുക്കുന്നത്. ഇത് എളുപ്പം തന്നെ നമുക്കിത് വാഴയിലയിൽ ഉണ്ടാക്കുന്ന പോലെ അതിനെക്കാട്ടിലും നല്ല രുചിയാണ് കോണിൻ്റെ ഇലയ്ക്കകത്ത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഒരട. നമ്മളൊരു സ്പൂണിനകത്ത് ആ ഒരു സ്പൂണിൽ നിറയുന്നത് മാത്രമേ അതിനകത്ത് കൊള്ളത്തുള്ളൂ. ചെറിയ നല്ല തിന്നായിട്ടുള്ള ഇലയാണ്. ഒത്തിരി ഒന്നും നമുക്കതിനകത്ത് വെക്കാനൊക്കത്തില്ല. ഒരു സ്പൂൺ അതിനകത്ത് വെക്കാം. പക്ഷേ എളുപ്പത്തിൽ തന്നെ നമുക്കതിനകത്ത് വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. നല്ലതുപോലെ ഇതിങ്ങനെ പുഴുങ്ങിയെടുക്കാനും നമുക്ക് പറ്റും. ഒരുപാട് നേരമൊന്നും വേണ്ട. ഒരു 15 മിനിറ്റ് നേരം മതി ഒരു തട്ടിലുള്ളത് വെന്ത് കിട്ടാൻ വേണ്ടി.
വളരെ ഈസിയാണ് ഈ കോണിൻ്റെ ഇലയ്ക്കകത്ത് ഇത് ഇങ്ങനെ പരത്തിയെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി. മെക്സിക്കൻസ് എപ്പോഴും ഇങ്ങനെ കോണിൻ്റെ ഇലയും കൊണ്ട് അവരവരുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അന്നേരമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ നമ്മുടെ പലഹാരങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിക്കൂടാ എന്നൊരു ചിന്ത എനിക്ക് വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അട ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുത്തത്. വാഴയില ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കോണിൻ്റെ ഇലയ്ക്കകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലതുപോലെ വെന്തും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാനിവിടെ എല്ലാം തന്നെ ഓരോ ഇലയും ഇങ്ങനെ നമ്മളിങ്ങനെ കോണ് പൊളിച്ചെടുക്കുമ്പം തന്നെ ഇലയൊന്നും മുറിഞ്ഞു പോകത്തൊന്നുമില്ല. നല്ല ഇളം ടൈപ്പിലുള്ള ഇലയാണിത്. അങ്ങനെ ഞാൻ പൊളിച്ചെടുത്ത കോണ് മുഴുവനും ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ തട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അട ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ പരത്തുന്നത് അപ്പോൾ തന്നെ ഞാൻ പ്രഷർ കുക്കറിൻ്റെ അകത്തോട്ട് തന്നെ വെക്കുന്നുണ്ട്. പ്രഷർ കുക്കറിൻ്റെ ആവിയിലാണ് ഞാൻ ഇവിടെ അട പുഴുങ്ങിയെടുക്കുന്നത്. കുക്കറിലാണ് ഈ കോണും പുഴുങ്ങിയെടുത്തത്. അങ്ങനെ 15 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ച അടകളെല്ലാം തന്നെയും ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പുറത്തെടുത്തിട്ട് കാണിക്കാം. വാഴയിലയിൽ ഉണ്ടാക്കുന്ന പോലത്തെ അടയുടെ ഒരു ടേസ്റ്റേ അല്ലായിരുന്നു, വേറൊരു ടേസ്റ്റായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മധുരം ഒന്നും ചേർക്കാത്തത്. നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇതിനകത്ത് ഒന്നും തന്നെയും ചേർക്കേണ്ട കാര്യമില്ല. നല്ല മധുരമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടയായിരുന്നു ഞാനിവിടെ തയ്യാറാക്കിയത്. അത് ഓട്സ് പൊടിയും കൊണ്ടാണ് തയ്യാറാക്കിയത്. അരിപ്പൊടിയും കൊണ്ടും ഗോതമ്പ് പൊടിയും കൊണ്ടും ഒക്കെ തയ്യാറാക്കി ഇതുപോലെ എടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് അട ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടയായിരുന്നു ഇന്ന് ഞാനിവിടെ കോണിലയ്ക്കകത്ത് ട്രൈ ചെയ്ത ഈ ഒരു അട. ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള അട നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ അട കാണുമ്പോൾ മനസ്സിലാവും, ഒരു ഇലയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കണ്ടോ, ഒരു ശകലം പോലും ഇലയിൽ ഒട്ടിപ്പിടിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള അട തന്നെ ആയിരുന്നു ഇത്. ഈ അട ഞാൻ തയ്യാറാക്കിയത് 4 മണിക്ക് കഴിക്കാൻ വേണ്ടിയായിരുന്നു. 4 മണിക്കത്തെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ അട ഇവിടെ തയ്യാറാക്കിയത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.